ബന്ദിപ്പൂർ യാത്രാ നിരോധനത്തിൽ കേരളത്തിന്റെ സമ്മർദ്ദം ഫലം കണ്ടു. പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കർണാടക മാർച്ച് 21 നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കും. സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തിൽ പ്രശ്നപരിഹാര ചർച്ചകൾ നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഫോറസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജ്യോതിലാലിനാണ് ചുമതല. കോടതിയിൽ സംസ്ഥാനം വേണ്ട ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവികൾ അവരുടെ സൂര്യവിഹാരം തടയുന്ന ഒരു പാതയായിട്ടാണ് ആ പാതയെ ബഹുമാനപ്പെട്ട കോടതി കണ്ടത്. കേരള ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ്റിനോട് ഈ കാര്യം ബന്ധപ്പെടുന്നതിനുള്ള നിർദ്ദേശം ഫോറസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായി ആശയവിനിമയം നടത്തി പരിഹാരം കാണാനാണ് നമുക്ക് ശ്രമിക്കാൻ കഴിയുക. പിന്നെ കോടതിയിലുള്ള കേസായതുകൊണ്ട് കോടതിയിൽ അത് കണ്ടസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ജാഗ്രതയോടുകൂടി പരിശ്രമങ്ങൾ നടത്തുന്നതാണ്. ദീപക് മലയമ്മ എത്തുന്നു നമുക്കൊപ്പം. ദീപക് മലയമ്മ, ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. പുതിയ സത്യവാങ്മൂലത്തിലേക്ക് എത്തുകയാണ് സമ്മർദ്ദത്തിനൊടുവിൽ. അങ്ങനെ വേണം കരുതാനല്ലേ? സുജയ, ആ നിലയ്ക്ക് തന്നെ വേണം ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം നൽകുന്ന ഘട്ടത്തിൽ തന്നെ കേരളം വലിയ രീതിയിൽ എതിർപ്പറിയിച്ച രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രാഥമികമായി തന്നെ ഇപ്പോൾ 9 മണി മുതൽ പുലർച്ചെ 6 മണി വരെ ബന്ദിപ്പൂർ പാതയിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രാത്രിയാത്രാ നിരോധനം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഗോണിക്കുപ്പ കുട്ട വഴിയുള്ള പാത അത് നവീകരിച്ചാൽ പൂർണ്ണമായും ഈ ബന്ദിപ്പൂർ വഴിയുള്ള പാത അടച്ചിടാൻ കഴിയും എന്നുള്ള ഒരു നിലപാട് കോടതിയെ അറിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കർണാടകയുടെ ഭാഗത്തു നിന്ന് വന്നത്. പിന്നാലെ തന്നെ എതിർപ്പ് സംസ്ഥാനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 21 തീയതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കാം എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് അത്തരത്തിൽ കർണാടക സർക്കാർ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ ചില സാങ്കേതിക പിഴവുകൾ സംഭവിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചാമരാജ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഒരു ശുപാർശ പോവുകയും അതനുസരിച്ച് ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും കർണാടക ഹൈക്കോടതി പിന്നീട് രാത്രിയാത്രാ നിരോധനം നടപ്പിലാക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ 16 വർഷത്തോളമായി അത്തരത്തിൽ സംസ്ഥാനത്തെ ഗതാഗതം, ചരക്കു നീക്കം ഒക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് വയനാടൻ ജനത ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ആൾ കക്ഷി ചേരുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നതും അതിന് പിന്നാലെ തന്നെ വീണ്ടും ഒരു അഫിഡവിറ്റ് കർണാടക സർക്കാർ സുപ്രീം കോടതിയിലേക്ക് നൽകുകയും ചെയ്തത്. അതിൽ എതിർപ്പ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.ആർ. ജ്യോതിലാലിനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഇനിയിപ്പോൾ കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോഴും അത് കൃത്യമായി തന്നെ കണ്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള നിലപാട് വനംവകുപ്പ് മന്ത്രി തന്നെ അറിയിക്കുന്നു. അതിന് മുൻപ് തന്നെ പ്രശ്നപരിഹാരം സാധ്യമാക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള രാത്രിയാത്രാ നിരോധനം പൂർണ്ണമായും നീക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ അല്ലാത്ത പക്ഷം നിലവിലുള്ള സാഹചര്യത്തിലെങ്കിലും ആ കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് കൂടിയാണ് വ്യക്തമാകാനുള്ളത്. സത്യവാങ്മൂലം സമർപ്പിക്കാൻ പോകുന്നു, പഴയ സത്യവാങ്മൂലം പിൻവലിക്കുന്നു. ഇന്നലെ നമ്മൾ ഇതേ വിഷയമെടുത്ത് ചർച്ച ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു, നടപടി ഉണ്ടാകുന്നു. ഇതിന്റെ ഒരു തുടർച്ച നമ്മൾ ഉറപ്പാക്കും. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.